ഞാനിപ്പോഴുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് അറ്റ് പുത്തൂരിലാണ്. ഏക്കർ സ്ഥലത്ത് 300 കോടി രൂപ ചെലവിലാണ് ഈ സുവോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളൊന്നായി ഇനി നമ്മുടെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് അറ്റ് പുത്തൂർ അറിയപ്പെടും. ഈ ആധുനിക സുവോളജിക്കൽ പാർക്കിൽ വന്യജീവികളെ കൂട്ടിലടയ്ക്കുന്ന രീതിയില്ല. വന്യജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇങ്ങനെ തുറസായി പ്രദർശിപ്പിക്കാനുള്ള ഇത്തരം വാസസ്ഥലങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂരിലെ മൃഗശാലയിൽ നിന്നും 100 കണക്കിന് വന്യജീവികളെ ഈ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ജനുവരിയോടെ മാനുകൾ ഒഴികെയുള്ള മുഴുവൻ വന്യജീവികളെയും ഇവിടേക്ക് എത്തിക്കും. ഇവിടുത്തെ സഫാരി പാർക്കിന്റെ പണി പൂർത്തിയാകുന്നതോടെ മുഴുവൻ മാനുകളെയും ഇവിടേക്ക് എത്തിക്കും. പ്രശസ്ത ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ ജോൺ കോയാണ് ഈ സുവോളജിക്കൽ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിന്റെ പ്രവർത്തനത്തിന് വേണ്ട 90% വൈദ്യുതിയും സോളാറിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മളെല്ലാം ഇപ്പോൾ കാണുന്നത് എന്നോ ഉണ്ടായ ഒരു സൂ, പിന്നെ കാലക്രമേണ അതിന് മാറ്റങ്ങൾ വരുത്തി ഓരോ കാലഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ ഡിസൈനിലേക്ക് വന്നു. ആ ഡിസൈൻ സൂ ആണ് നമ്മളെല്ലാം കാണുന്നത് പല സ്ഥലങ്ങളിലും. അതായത് ഇപ്പോൾ ഈ സൂ, തൃശ്ശൂർ സൂ തന്നെ 1885 തുടങ്ങിയതാണ്. വെറ്റുവാണ സൂ അതേപോലെയാണ്. പിന്നെ മൈസൂർ സൂ, പിന്നെ ബെന്നാർക്കട്ട, പിന്നെ വണ്ടർല, ചെന്നൈയിലുള്ള സൂ, ഹൈദരാബാദ്, ഇവയെല്ലാം 1900, 1800, 1900 100 വർഷത്തിന് മുമ്പൊക്കെ തുടങ്ങിയ സൂകളാണ്. അന്നെല്ലാം സൂവിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു കേജ്ഡായിട്ടുള്ള അനിമൽസിനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു വന്നത്. പിന്നെ അനിമൽസിൻ്റെ ഹാപ്പിനെസ്സിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് തന്നെ അനിമൽസിനെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ വിട്ടു വേണം കാണിക്കാൻ, അത് എക്സിബിറ്റ് ചെയ്യാനെന്നുള്ള ഒരു പോളിസി മാറ്റം വന്നു. ആ പോളിസിക്ക് അനുസരിച്ചിട്ട് പഴയ ഉണ്ടായിരുന്ന സൂകളെല്ലാം അവരുടെ രീതി മാറ്റി അവിടെ റിനോവേഷൻ കൂടി പുതിയ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളത് ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സൂ എമർജ് ചെയ്യുന്നത് ഒരു സീറോയിൽ നിന്നും ഒരു വെറും മണ്ണിൽ നിന്നും ഒരു സൂവായിട്ട് എമർജ് ചെയ്ത് പുതിയ രീതിയിലേക്ക് മാറുന്ന, അതായത് ഒരു പട്ടയുള്ള ഒരു മുട്ട വിരിഞ്ഞ് പുഴുവായി അത് ഇലകളെല്ലാം തിന്ന് ജീവിച്ച് അതിൻ്റെ പ്യൂപ്പ സ്റ്റേജിലെത്തി പിന്നെ ബട്ടർഫ്ലൈ ആയിട്ട് പറക്കുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈ ആണ് നമുക്കെല്ലാം കാണുന്നത്. അതിന് മുമ്പുണ്ടായ സ്റ്റേജ് ആർക്കും അറിയില്ല. കാരണം നമുക്ക് ആർക്കും ആഗ്രഹമില്ല. പിന്നെ പുഴുവിനെ കണ്ടാൽ നമുക്ക് ചവിട്ടിക്കൊല്ലും, അല്ലെങ്കിൽ എടുത്ത് മുട്ടയാണെങ്കിൽ നൊട്ടിക്കളയും, ഇങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതേ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ ഒരു ചുരുങ്ങിയ കാലം, അതായത് 17 മുമ്പ് നേരത്തെ ഉണ്ടായിരുന്നു. 1985 തൊട്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും 2017 മുതലാണ് ശരിക്ക് 12 തുടങ്ങി, 12 പെർമിഷൻ കിട്ടി, 17 തൊട്ടാണ് ഇതിൻ്റെ ഒരു സ്പീഡ് കിട്ടുന്നത്. ശരിക്കും പ്രവർത്തനം തുടങ്ങുന്ന ആ സമയത്താണ്. അങ്ങനെ വരുമ്പോൾ 17 തൊട്ട് 25 ആയപ്പോൾ അതിൻ്റെ അന്നുള്ള ആ ഒരു ആശയം, തൃശ്ശൂർ സൂ മാറ്റുക എന്നുള്ള ആശയത്തിൻ്റെ ഒരു 99% നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റി. എന്നാൽ ആ സൂ മാത്രം പോരാ, ആ മൃഗങ്ങൾ മാത്രം പോരാ എന്നുള്ള കാഴ്ചപ്പാട് വന്നപ്പോഴാണ് ഇത് കൂടാതെ കൂടുതൽ മൃഗങ്ങൾ, ഇത്രയും വലിയൊരു ഏരിയയിൽ 136 ഹെക്ടർ ഏരിയ നമുക്ക് ഇതിനകത്തുണ്ട്. ആ ഏരിയയിലേക്ക് അവിടെയുള്ള അത്രയും ഏരിയയിലുള്ള മൃഗങ്ങൾ മാത്രം പോരാ, കൂടുതൽ മൃഗങ്ങൾ വേണം. അങ്ങനെയുള്ള കാഴ്ചപ്പാട് വന്നപ്പോഴാണ് പുതിയതായിട്ടുള്ള മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങുന്നതും അതിനുള്ള കൂടുകളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ആ കൂട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് മൃഗങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കർണാടക ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തു, തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തു. ഇവിടെ നിന്നെല്ലാം പല സ്പീഷീസിനെ ഏകദേശം 38 സ്പീഷീസോളം നമുക്ക് കർണാടകയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് വണ്ടല്ല സൂവിൽ നിന്നും നമുക്ക് ഏകദേശം 9 സ്പീഷീസോളം തരാമെന്ന് പറഞ്ഞു. അതിൽ 5 എണ്ണം പുതിയ ഇനങ്ങളാണ്. ഇവിടുന്ന് 38-ൽ 25 എണ്ണം പുതിയ ഇനങ്ങളാണ്. നമുക്കിവിടുന്ന് കിട്ടുന്നത് 46 ഇനങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള ഇനങ്ങളെല്ലാം ചേർത്ത് പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് വരുത്തുന്ന, ഇപ്പം ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പം ജിറാഫ്, സീബ്ര, എലാൻഡ, പിന്നെ മക്കാവൂസ്, 4 ടൈപ്പ് മക്കാവൂസ് ഉണ്ട്. കൊക്കാറ്റൂസ് എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്, തത്തവർഗത്തിൽപ്പെട്ട സാധനമുണ്ട്. പിന്നെ ഗ്രീൻ അനക്കൊണ്ട, ഇത്രയും ഇനങ്ങളും കൂടെ നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വരുമ്പോൾ നമുക്ക് ഏകദേശം 87 ഇനങ്ങളോളം മൃഗങ്ങൾ, വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ, നമ്മുടെ പക്ഷിമൃഗാദികൾ നമ്മുടെ ഈ സൂവിലുണ്ടാകും. ലോകപ്രശസ്തനായിട്ടുള്ള ആസ്ട്രേലിയൻ ഡിസൈനർ ജോൺ കോ, അദ്ദേഹം ഇവിടെ നേരിട്ട് വന്ന്, അന്ന് ഇതെല്ലാം ഒരു മുളങ്കാടും കാഷ്യൂ ഒക്കെ എൻ്റെ ഒരു തോട്ടം പഴയ ഫോറസ്റ്റിൻ്റെ ഒരു റിസർവ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വരണ്ട ഒരു ഏരിയ. അപ്പോൾ അദ്ദേഹം വന്ന് ഈ സ്ഥലത്ത് താമസിച്ച് ഈ കാട്ടിൽ കൂടെ നടന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങി രാത്രി വരെ നടന്ന് ഓരോ സ്ഥലത്ത് നിന്ന് വരച്ച് അവിടെ എന്ത് വേണം,
അതെങ്ങനെ വേണം എന്ന് അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ ലൈൻ സ്കെച്ചുകൾ വരയ്ക്കുകയും സ്കെച്ച് കൊണ്ടുള്ള വരച്ച് അതിൻ്റെ ആ മോഡലാണ് ഞങ്ങളുടെ ഒരു ബൈബിൾ. അതിനുശേഷമാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗിനെ ഏൽപ്പിച്ചു. അവരതിനെ ഒരു ഡിസൈൻ ഫോമിലേക്ക് മാറ്റി. പിന്നെയാണ് നമ്മളൊക്കെ പിന്നെ ഈ വർക്ക് വരുന്നു, CPWD ഏൽപ്പിക്കുന്നു, വർക്കെല്ലാം ചെയ്യാനായിട്ട് CPWD ഏൽപ്പിക്കുന്നു. അവരാണ് പിന്നെ ടെൻഡർ ചെയ്യുന്നതും ഈ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോയി ഈ അവസ്ഥയിലെത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ MLA കൂടെ രാജൻ സാർ, നമ്മുടെ റവന്യൂ മിനിസ്റ്റർ, പിന്നെ വനംവകുപ്പ് മന്ത്രി, ഇവരെല്ലാം ഒരു കൂട്ടായ തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നതും പുതിയ പുതിയ ആശയങ്ങൾ. മൃഗങ്ങൾ മാത്രമല്ല, പിന്നെ കൂടാതെ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡിങ് ആണ് വിർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഗെയിംസൊക്കെ നമുക്ക് സാധാരണ കാണാൻ പറ്റും. എന്നാൽ ഒരു സൂവിൻ്റെ കാഴ്ചപ്പാട്, സൂവിൻ്റേതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം ഈ ഒരു വിർച്വൽ റിയാലിറ്റി കൂടെ കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശം എത്തുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്. ഒരു പുതിയൊരു ആശയം ലോകത്തിന്, ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. ഓസ്ട്രേലിയയിലാണ് ഈ ഒരു ആശയം ഉള്ളത്. അവിടെ നിന്നാണ് ഇത് എമർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അത് ഹോളോഗ്രാം സൂ എന്നുള്ള പേരിൽ ഇന്ത്യയിൽ ഇപ്പം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ഈ സൂവിൻ്റെ കാഴ്ചപ്പാട്, സൂവിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ആ സൂവിൻ്റെ ആ കാഴ്ചപ്പാടിൽ കൂടെ ജനങ്ങളെ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഇതാണ് ഇവിടെ നടത്തുന്നത്. പിന്നെ ഇതിൻ്റെ തുടക്കം വൈലോപ്പള്ളിയുടെ കവിത എന്നാണ്. 85 കവിത എഴുതി. കൃഷ്ണമൃഗം മരിക്കുന്നു, അതിങ്ങനെ ഒരു കവിതയുണ്ട്. അതിൽ നിന്നാണ് എന്താണ് തൃശ്ശൂരിലെ സൂവിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നും അവിടെ നിന്ന് സൂവിനെ മാറ്റണം എന്നുള്ളൊരു ആലോചനയും ആശയം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മളിത് എല്ലാവരും നമിക്കുന്നു. അപ്പോൾ ഇത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നടന്നെങ്കിൽ പോകും. കാരണം ജനങ്ങളെല്ലാം അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. പുത്തൂർ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും അത് ഏറ്റുപിടിച്ച് അത് സ്വന്തം അവരുടെ ഒരു ആവശ്യമാണ്, അവരുടെ സുഖമാണ്, കാരണം എൻ്റെ സ്വത്താണെന്നുള്ള രീതിയിൽ തന്നെ അവർ മുമ്പോട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ പ്രവർത്തനത്തിന് നല്ല രീതിയിൽ നമുക്ക് സഹായം ആയിരിക്കും.